ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. സൂപ്പർ കൺമണി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുമിത്രയെ കാണാൻ ജയിലിൽ എത്തിയിരിക്കുകയാണ് മാനസ. മാനസയെ കണ്ടതും സുമിത്ര കൈ കൊടുത്തുകൊണ്ട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് മാനസയ്ക്ക്. കാര്യങ്ങളെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടന്നില്ലേ, അതിനാണ് ഈ അഭിനന്ദനങ്ങൾ. എന്നാൽ മാനസ ചോദിക്കും, അതിലെന്താണ് ഇത്ര ഉറപ്പെന്ന്? കാര്യങ്ങളെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടന്നു എന്നുള്ളതിൽ. അപ്പം സുമിത്ര പറയാണ്, നീ വീണ്ടും എന്നെ കാണാൻ വന്നില്ലേ, എല്ലാം കൃത്യമായി വർക്കൗട്ടായി എന്നുള്ളതിന് അതിനപ്പുറം മറ്റെന്ത് തെളിവാ വേണ്ടത്? അന്ന് നമ്മൾ തമ്മിൽ പിരിഞ്ഞപ്പോ നീ പറഞ്ഞത് എല്ലാം വിചാരിച്ച രീതിയിൽ നടക്കുകയാണെങ്കിൽ വീണ്ടും എന്നെ കാണാൻ വരുമെന്നല്ലേ? ബലരാമനെ നീ കണ്ടുവല്ലേ? കണ്ടു. സാഗർ കുടുംബത്തിലെ മരുമകളാകാൻ ഏതാണ്ട് വഴി തുറക്കുമെന്ന് എനിക്ക് ഉറപ്പായി. മാനസ പറഞ്ഞതും സുമിത്ര ചെറുതായി ക്ലാപ്പൊക്കെ അടിച്ച്, ഗുഡ്, ഈ ഒരു മറുപടിക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് എന്നും പറയുന്നു. തുടർന്ന് മാനസ പറയുകയാണ്, കൃഷിന്റെ പുറകെ ഇനി കാല് പിടിച്ച് നടക്കേണ്ടതില്ല, അവൻ ഇനി എന്റെ കാല് പിടിക്കണം. അതിനുവേണ്ടി ബലരാമനിൽ കൂടെ ഞാൻ ആ കുടുംബത്തിന്റെ കടിഞ്ഞൻ പിടിച്ചെടുക്കും. എന്നോട് കാണിച്ചതിനൊക്കെ കൃത്യമായി തിരിച്ചടി തന്നെ ഞാൻ കൊടുക്കും എന്നിങ്ങനെയെല്ലാം മാനസ പറയുന്നത് കേട്ട് സുമിത്ര ചോദിക്കുകയാണ്, നിന്റെ ഈ ഉദ്ദേശത്തില് ബലരാമൻ എന്തെങ്കിലും സംശയമുണ്ടോ? ഒരു സംശയമില്ല. റൂം തെറ്റിക്കയറിയ ഏതോ ഒരാൾ, അത്രയേ ഇപ്പൊ അറിയൂ. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാള് നിഷ്കളങ്കൻ. അപ്പൊ സുമിത്ര പറഞ്ഞു കൊടുക്കുകയാണ്, മാനസേ, അവന്റെ ആ നിഷ്കളങ്കതയാണ് നീ മുതലാക്കേണ്ടത്. പ്ലാൻ ചെയ്ത രീതിയിൽ കാര്യങ്ങൾ അവസാനിക്കുന്നതുവരെ നീ മാനസയാണെന്നുള്ള കാര്യവും നിന്റെ പശ്ചാത്തലവും ഒന്നും അവൻ അറിയരുത്. ഇനി അഥവാ അവൻ അറിഞ്ഞെന്നിരിക്കട്ടെ, എന്നാലും നിന്നെ വിട്ടു പോകാത്ത രീതിയിൽ നീ അവനെ കുടുക്കിയിരിക്കണം. അവന്റെ മനസ്സൊരാൾ കീഴടക്കി കഴിഞ്ഞാൽ പിന്നെ അവൻ വെറും അടിമയാ. അനുഭവം വെച്ചിട്ടാ ഞാൻ ഇതെല്ലാം പറയുന്നത്. മാനസയും ഉടനെ പറയുന്നുണ്ട്, ഒരടിമയെ തന്നെയാണ് എനിക്കിപ്പോ വേണ്ടതെന്ന്. ഇതുവരെ ഞാൻ കൃഷിന്റെ അടിമയെ പോലെയായിരുന്നു, ഇനി എനിക്കൊരടിമ. സുമിത്ര പറയുന്നുണ്ട്, സാഗറിനെ തീർക്കാനുള്ള ഒരു ചാവേറാക്കിയിട്ടാ ഞങ്ങൾ അവനെ വളർത്തിക്കൊണ്ടു വന്നത്. അവസാന സമയത്തെ ചില മാറ്റങ്ങളൊക്കെ കാരണം ഞങ്ങൾക്ക് കൈവിട്ടു പോയതാ. എനിക്ക് സാധിക്കാത്തത് ഇനി നീ നേടിയെടുക്കണം മാനസേ. ഇനി ആ കുടുംബത്തിനെ തന്നെ ഇല്ലാതാക്കാനുള്ള ആയുധവുമായി നീ അവനെ മാറ്റിയെടുക്കണം. ഈ ജയിലിൽ നമ്മൾ ഒന്നിച്ചത് അതിനു വേണ്ടി കൂടെ. അതെനിക്ക് അറിയാമെന്ന് സമ്മതിക്കുന്നുണ്ട് മാനസയും. ഇതൊരു ചെസ് ഗെയിമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ നീക്കവും സൂക്ഷിച്ചാണ് ഇനി നടത്താൻ പോകുന്നത്. ആശുപത്രിയിൽ വെച്ച് ബലരാമന്റെ മുറിയിലേക്കുള്ള എന്റെ ആദ്യത്തെ എൻട്രി തന്നെ ഒരു വിജയമായിരുന്നു. ഇനി അങ്ങോട്ടുള്ള നീക്കങ്ങളും കൃത്യമായിരിക്കും. സുമിത്രയ്ക്ക് അതെല്ലാം കേട്ട് സന്തോഷമാവുന്നുണ്ട്. നിന്റെ ഏത് നീക്കത്തിനും എല്ലാത്തിനും കൂടെയായിട്ട് ഞാനുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ നിന്നെ പ്രത്യേകം ഓർമ്മിപ്പിക്കുക, ഈ കരുനീക്കത്തിനിടയിൽ നീ ഒരാളെ പ്രത്യേകം സൂക്ഷിക്കണം, ഭാഗ്യശ്രീയെ, എന്റെ മകളെ. ഈ കളിയിൽ അവളായിരിക്കും നിന്റെ ഏറ്റവും വലിയ പ്രതിയോഗി. എന്റെ ശ്രമങ്ങളെല്ലാം പൊളിച്ചത് അവളാണ്. എന്നെ ജയിലിലെത്തിക്കാനും ഒരു തരത്തിൽ കാരണക്കാരിയായത് എന്റെ മകള് തന്നെയാണ്. ഓരോ രഹസ്യവും അപ്പപ്പോ തന്നെ കൺമണിക്ക് ചോർത്തി കൊടുക്കും. ഭാഗ്യശ്രീ കൺമണി കൂട്ടുകെട്ട് ശക്തമാണിപ്പോ. ഇത്രയും അറിയുന്നതും മാനസയ്ക്ക് ചെറിയ ടെൻഷൻ ആവുന്നുണ്ട്. അപ്പൊ സുമിത്ര പറഞ്ഞു കൊടുക്കും, നീ ടെൻഷൻ ആവണ്ട, സുമിത്ര മാനസ എന്നൊരു കൂട്ടുകെട്ട് ഉയർന്നു വരികയല്ലേ. നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഭാഗ്യശ്രീയും കൺമണിയെയും നമ്മുടെ മുന്നിൽ ഒന്നുമല്ല. ഇത് ഏറ്റുകൊണ്ട് മാനസയും ഞാൻ കൂടെ ഉണ്ടാവും, അതുപോലെ എന്റെ കൂടെയും നിങ്ങൾ അവസാനം വരെ ഉണ്ടായാൽ മതി. ശേഷം സുമിത്ര ചോദിക്കുന്നുണ്ട്, ഇനി നിന്റെ അടുത്ത നീക്കം എന്താണെന്ന്? ബലരാമന്റെ അടുത്തേക്ക് പോവല്ലേ? അതെ, സാഗർ കുടുംബത്തിലെ മൂത്ത മരുമകളാകാനുള്ള ഒരുക്കം ഇന്നു മുതൽ സ്ട്രോങ് ആക്കാൻ പോവുക. കൃഷി എന്നോട് കാണിച്ചതിനൊക്കെ ഞാൻ ബലരാമനെ മുന്നിൽ നിർത്തി പകരം വീട്ടും. കഴിഞ്ഞ തവണ കണ്ണിലേ കയറിയുള്ളൂ, ഇന്നിപ്പോ ബലരാമന്റെ മനസ്സിലേക്ക് കയറാൻ പോവുക ഞാൻ എന്നെല്ലാം പറയുന്നുണ്ട് മാനസ. ശേഷം കാണിക്കുന്നത് കൺമണി അമ്പലത്തിലേക്ക് എത്തുകയാണ്. ആ കൺമണിയെ കണ്ടപ്പോഴേക്കും ഉണ്ണിത്തിരുമേനി അടുത്ത് വന്നിട്ട്, ഇന്ന് ഒറ്റയ്ക്കേ ഉള്ളോ എന്ന് ചോദിക്കുന്നുണ്ട്. അതേ തിരുമേനി, അച്ഛനും ഗോകുലും വന്നിട്ടില്ല. കൺമണി ആ പറഞ്ഞത് കേട്ട് താൻ അച്ഛന്റെയും ഗോകുലിന്റെയും കാര്യമല്ല പറഞ്ഞതെന്നും, കൺമണിക്ക് ചേച്ചിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന വേറൊരാൾ കൂടെ ഇല്ലേ, ചേച്ചിയുടെ ആള് കൃഷ് സാറിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞതെന്നും ഉണ്ണിത്തിരുമേനി ചോദിക്കുന്നുണ്ട്. അത് പിന്നെ സാറിന്റെ വീട് കുറച്ച് ദൂരത്തല്ലേ, എപ്പോഴും വരാൻ പറ്റില്ലെന്ന് കൺമണി പറയുന്നത് കേട്ടിട്ട്, ഇത്ര ദൂരെയാണെങ്കിലും ഇഷ്ടപ്പെടുന്നവരെ കാണുന്ന കാര്യമാകുമ്പോ അതൊന്നും ഒരു പ്രശ്നമാവില്ലെന്നേ, ആളെത്തിയിരിക്കും. ഉണ്ണിത്തിരുമേനി അങ്ങനെ പറയുമ്പോഴേക്കും കൃഷ് ഇതാ അവിടെ എത്തുന്നു. കൺമണിക്ക് കൃഷിനെ കണ്ട് അത്ഭുതവും സന്തോഷവും ഒക്കെ തോന്നുകയാണ്. സാർ എപ്പോ വന്നു എന്ന് ചോദിക്കുമ്പോ ഉണ്ണിത്തിരുമേനി പറയാണ്, സാർ എപ്പോഴേ വന്നു. കൺമണി ചേച്ചി വരുന്നതും കാത്ത് നോക്കത്താ ദൂരത്ത് കണ്ണും നട്ടിരിക്കുകയായിരുന്നു ഈ പാവം. പിന്നീട് കക്ഷിക്ക് ഒരു സംശയം, കൺമണി ചേച്ചി ഇന്ന് വരുമോന്ന്. ഞാൻ പറഞ്ഞു, സാർ ഇവിടെയുള്ള കാര്യം കൺമണി ചേച്ചിയുടെ ഭഗവാൻ അറിയിക്കുമെന്ന്, ചേച്ചി ഇവിടെ എത്തുമെന്ന്. കൃഷ് അപ്പൊ കൺമണിയുടെ ചെവിയിൽ സ്വകാര്യമായിട്ട് പറയാ, എനിക്ക് കൺമണിയെ കാണണമെന്ന് പെട്ടെന്നൊരാഗ്രഹം വന്നു, അങ്ങനെ ഞാൻ വന്ന് കാത്തു നിന്നു. സാറിനെ ഒന്ന് കാണാൻ ഞാനും ആഗ്രഹിക്കുകയായിരുന്നെന്നാണ് കൺമണിയും പറയുന്നത്. രണ്ടുപേരും ഉണ്ണിത്തിരുമേനി കേൾക്കാതെ ഇങ്ങനെ സംസാരിക്കുമ്പോ ഉണ്ണിത്തിരുമേനി ചോദിക്കുന്നുണ്ട് അവരോട്, എന്താ രണ്ടുപേരും ഒരു അടക്കം പറച്ചിൽ? കൺമണി ചേച്ചി തന്നെ കല്യാണം കഴിക്കണമെന്നുള്ള സാറിന്റെ ആഗ്രഹം സാറ് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഈ ചോദ്യം കേട്ട് രണ്ടുപേരും മിഴിച്ചു നിന്ന് പോകുന്നുണ്ട്. ഇതൊക്കെ ഉണ്ണിത്തിരുമേനി എങ്ങനെ അറിഞ്ഞു എന്നുള്ള രീതിയിൽ. മുഖത്തെ സന്തോഷം കണ്ടപ്പോ ഞാൻ അങ്ങോട്ട് ഊഹിച്ചതാ. അതുമല്ല, ഇനി എന്തിനാ പ്രത്യേകിച്ച് കല്യാണം,
നിങ്ങളുടെ കല്യാണം നേരത്തെ കഴിഞ്ഞതല്ലേ? അല്ല, മനസ്സുകൊണ്ട് കല്യാണം കഴിഞ്ഞല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതൊക്കെ കേട്ട് കൃഷ്ണൻ കൺമണിയൊക്കെ ഒത്തിരി ഹാപ്പി ആയി ചിരിക്കുന്നുണ്ട്. ശേഷം രണ്ടുപേർക്കും വേണ്ടിയുള്ള പ്രസാദം ഉണ്ണിത്തിരുമേനി കൊടുക്കുകയാണ്. കൃഷാണ് പ്രസാദം ഏറ്റുവാങ്ങുന്നത്. ആദ്യം തന്റെ നെറ്റിയിൽ കുറി തൊട്ടിട്ട് പിന്നീട് കൺമണിയുടെ നെറ്റിയിലും കൃഷി പ്രസാദം തൊട്ട് കൊടുക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് കഴുത്തിന്റെ അവിടെ പ്രസാദം തൊട്ട് കൊടുക്കുന്നതിന്റെ ഇടയിൽ കൺമണിയുടെ താലി അങ്ങോട്ട് പുറത്തേക്ക് ചാടുകയാണ് കേട്ടോ. കൃഷി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത് പിന്നെ തിരുമേനി ഒരു പ്രത്യേക സാഹചര്യത്തിൽ കെട്ടേണ്ടി വന്നതാണെന്ന്, വീട്ടുകാരുടെ സമ്മതം കിട്ടുന്നവരെ പരസ്യമാക്കേണ്ടെന്ന് കരുതി. എന്നാൽ ഉണ്ണിത്തിരുമേനി ചിരിച്ചുകൊണ്ട് പറയും, വിഘ്നേശ്വരനുടൻ തന്നെ ഇത് പരസ്യമാക്കും. ഏറിയാൽ 3-4 ദിവസം. അതിനുള്ളിൽ കൃഷി സാറ് കൺമണി ചേച്ചി താലി കെട്ടിയ കാര്യം വീട്ടിലെ എല്ലാവരും അറിഞ്ഞിരിക്കും. കൃഷ്ണന് അത് കേട്ട് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. വെറുതെ കളി പറയല്ലേ എന്ന് പറയുമ്പോ, ഞാൻ പറഞ്ഞത് കളിയാണോ കാര്യമാണോ എന്ന് കണ്ടറിഞ്ഞോളൂ. ഈ ശ്രീരാമന്റെയും സീതാദേവിയുടെയും വനവാസ കാലമൊക്കെ കഴിയാറായി. ഉണ്ണിത്തിരുമേനിയുടെ വാക്കുകളൊക്കെ കേട്ട് മനസ്സ് നിറഞ്ഞു പോകുന്നുണ്ട് കൃഷ്ണന്റെയും കൺമണിയുടെയും. അതിനുശേഷം കാണിക്കുന്നത് മാനസ ബലരാമനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ്. ഭാഗ്യശ്രീ ബലരാമന്റെ മുറിയിൽ നിന്നും പുറത്തുപോയി എന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് മാനസ ബലരാമനെ കാണാനായിട്ട് ചെല്ലുന്നത്. മാനസയെ കാണുന്നതും ബലരാമന് ഒത്തിരി സന്തോഷവും ആശ്ചര്യവും ഒക്കെ തോന്നുകയാണ്. മാനസ ഉടനെ ബലരാമനോട് എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ, മനസ്സിലാവാതെ പിന്നെ അതിന് എന്റെ മനസ്സിൽ നിന്ന് താൻ പോയിട്ട് വേണ്ടേ? താൻ മടങ്ങിയതിനു ശേഷമാണ് നമ്പറോ പേരോ ഒന്നും ചോദിച്ചില്ലല്ലോ എന്നൊരു വിഷമം തോന്നിയത്. ബലരാമൻ ഇങ്ങനെ പറയുന്നതും മാനസ ചെന്ന് അടുത്തിരിക്കുകയാണ് ബലരാമന്റെ. എന്നിട്ട് വിഷമം തോന്നിയെന്നോ എന്ന് ചോദിക്കുമ്പോൾ, ആ സത്യം, ഒരിക്കൽ കൂടി ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെ കണ്ടുപിടിക്കും? എന്തായാലും പെട്ടെന്ന് എന്റെ വയ്യായ്മകളൊക്കെ മാറി കേട്ടോ. എനിക്ക് വലിയ സന്തോഷമായി. ആകാശത്ത് നിന്ന് പൊട്ടി വീഴും പോലെയല്ലേ താനിപ്പോ പ്രത്യക്ഷപ്പെട്ടത്. ബലരാമന്റെ വാക്കുകളൊക്കെ കേട്ട് മാനസ ഒത്തിരി സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട്. മാനസ ചോദിക്കുന്നുണ്ട് ബലരാമനോട്, സാറ് BR ഗ്രൂപ്പിന്റെ ചെയർമാൻ ആണല്ലേ എന്ന്. എങ്ങനെ മനസ്സിലായെന്ന് ബലരാമൻ തിരിച്ചു ചോദിക്കുന്നത് കേട്ടിട്ട്, കൊള്ളാം, സാറിനെ പോലെ ഒരാളെ പറ്റി അറിയാനാണോ പ്രയാസം? അല്ല, അതിരിക്കട്ടെ, അന്നത്തെ ആ മുറിവ് പൂർണ്ണമായിട്ടും കരിഞ്ഞോ? എല്ലാം റിക്കവർ ആയോ എന്നല്ല മാനസ ചോദിക്കുമ്പോൾ, ആയെന്നും എന്റെ സിസ്റ്ററും പോലീസും കൂടെ ഡിസ്ചാർജിന്റെ പേപ്പേഴ്സുമായിട്ട് ഓഫീസിലേക്ക് പോയിരിക്കുക എന്നൊക്കെ അറിയിക്കുന്നുണ്ട് ബലരാമൻ. അത് കേൾക്കുന്ന മാനസ, അപ്പൊ ഞാൻ വന്നത് നല്ല സമയത്ത് തന്നെയാണ്. കുറച്ചും കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് കാണാൻ പറ്റില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ, എന്നെ മാത്രം കാണാൻ വേണ്ടിയിട്ടാണോ ഇപ്പൊ വന്നത്, അതോ ഫ്രണ്ടിനെ കാണാൻ വന്നപ്പോ ഇങ്ങോട്ട് കയറിയതാണോ? ബലരാമന്റെ ചോദ്യം കേട്ട്, ഇന്നിപ്പോ സാറിനെ കാണാൻ വേണ്ടി മാത്രം ഞാൻ ഇങ്ങോട്ട് വന്നതാണെന്നും അത് സത്യമാണെന്ന് തന്നെ പറയുന്നുണ്ട് മാനസ. ബലരാമൻ അത് കേട്ട് സന്തോഷാവും. പിന്നെ എന്നെ കാണാതെ സാറിന് വിഷമം തോന്നിയെന്ന് പറഞ്ഞില്ലേ, എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ചെറിയൊരു വിഷമം എനിക്കും തോന്നി. ചിലപ്പോ അന്ന് സാറിന്റെ അവസ്ഥ കണ്ടിട്ടുണ്ടായ ഫീലിലായിരിക്കും. ഇതൊക്കെ കേട്ട് ബലരാമനാണെങ്കിലും സന്തോഷത്തോടു കൂടി, എന്തായാലും നമുക്ക് 2ാം വട്ടം ഇപ്പൊ കാണാൻ പറ്റിയല്ലോ എന്നിങ്ങനെ പറയുമ്പോ, 2ാം വട്ടം അല്ല 3ാം വട്ടമാണ് നമ്മളിപ്പോ കാണുന്നത്. ഇവിടെ 2 പ്രാവശ്യമേ വന്നിട്ടുള്ളൂ. പക്ഷേ പുറത്തു വെച്ച് ഒരിക്കൽ ഞാൻ കണ്ടു. സാർ എന്നെ കണ്ടില്ല, ഞാൻ സാറിനെ കണ്ടു. മുമ്പൊരിക്കൽ എയർപോർട്ടിൽ വെച്ച് ബാംഗ്ലൂർക്ക് പോവുകയായിരുന്നു. എന്നാൽ പെട്ടെന്നൊരാളിൽ കണ്ണുടക്കി, അത് സാറായിരുന്നു. അത് കേട്ട് ബലരാമന് ആശ്ചര്യം തോന്നുകയാണ്. ആ വലിയ എയർപോർട്ടിൽ വെച്ച് എന്നെ മാത്രം എന്തുകൊണ്ട് ശ്രദ്ധിച്ചു എന്ന് ചോദിക്കുമ്പോൾ, അതറിയില്ല, ഈ ആശുപത്രിയിൽ 100 കണക്കിന് ആൾക്കാരുണ്ട്. പക്ഷെ അന്ന് സാറ് വീണ് കിടന്നപ്പോ എന്നെ ഈ റൂമിൽ എത്തിക്കാൻ കാരണം എന്താ? ഇത്രയേ ഉള്ളൂ. ചില കാര്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടില്ല, മുജ്ജന്മ ബന്ധം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഏതാണ്ടായിരിക്കും. അത് നേരാണെന്ന് ബലരാമനും അഭിപ്രായപ്പെടുന്നുണ്ട്, സത്യമെന്ന് പറയുന്നുണ്ട്. ശേഷം മാനസ് പറയും, അന്ന് സാറിനെ കണ്ടപ്പോ എന്റെ മനസ്സ് എന്നോട് പറഞ്ഞു, ഈ ആളിനെ ഞാൻ വീണ്ടും വീണ്ടും കാണാൻ പോവുകയാണെന്ന്. ഇതാ എല്ലാം സത്യമായിട്ട് തന്നെ വന്നു. അതിൽ നിന്നും നമ്മുടെ മനസ്സുകൾ തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നാണ് ബലരാമന്റെ വിലയിരുത്തൽ. എന്നാൽ മാനസ പറയും, ഞാനങ്ങനെ പറയുന്നില്ല, പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇവിടുന്ന് നേരെ എങ്ങോട്ടാ പോകുന്നതെന്ന്. ഇവിടുന്ന് നേരെ വീട്ടിലേക്ക് പോകും, ഇനി എന്റെ അച്ഛനെയും അമ്മയും കാണാൻ പോകും. മാനസം ഒന്നും അറിയാത്ത പോലെ ചോദിക്കുന്നുണ്ട്, അച്ഛനും അമ്മയും വീട്ടിലില്ല അല്ലേ? അവരെവിടെ പോയതാ? ആരാ ശരിക്കും സാറിന്റെ അച്ഛനും അമ്മയും? ബലരാമൻ പറയും, അലിഗ ഡിസൈൻസിന്റെ MD സാഗറാണ് എന്റെ അച്ഛനെന്ന്, അമ്മ സുജാത എന്ന്. അത് കേൾക്കുന്നതും ബലരാമന്റെ മുമ്പിൽ മാനസ വലിയ അത്ഭുതമൊക്കെ നടിച്ച്, എന്താ സാറ് പറഞ്ഞത്? സാറ് അലിഗ ഡിസൈൻസിന്റെ MD സാഗർ സാറിന്റെയും സുജാത മാഡത്തിന്റെയും മകനാണെന്ന്? അതേന്ന് പറയുന്ന ബലരാമൻ. പക്ഷെ ഈ വാർത്ത അവരറിഞ്ഞ് കാണില്ലെന്നും മാനസയോടായിട്ട് പറയുന്നുണ്ട്. അപ്പൊ മാനസ, സാറ് പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ബലരാമനും, അപ്പോ എനിക്ക് ഇതുവരെ വ്യക്തമായിട്ടൊന്നും മനസ്സിലായിട്ടില്ല. ഒരു വലിയ കഥയാണ്, ഒരു ഉപേക്ഷിക്കലിന്റെയും തിരിച്ചുവരവിന്റെയും കഥ. ആരോടും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ തന്നെ കണ്ടപ്പോ ഒക്കെ പറയണമെന്ന്, ഒക്കെ പങ്കുവെക്കണമെന്ന് ഒരാഗ്രഹം ഉണ്ടായി. അങ്ങനെ അങ്ങ് പറഞ്ഞു പോയതാ. മാനസയ്ക്ക് അതറിയുമ്പോൾ കൂടുതൽ സന്തോഷമാകുന്നു. ആരോടും പറയാത്ത രഹസ്യങ്ങൾ എന്നോട് പറയാൻ തോന്നിയതില് ഒരു പ്രത്യേക സന്തോഷം തോന്നുന്നുണ്ട് എനിക്ക്. തന്നോടത് പറഞ്ഞപ്പോ എനിക്കും സന്തോഷമായെന്ന് ബലരാമനും അഭിപ്രായപ്പെടുന്നു. ജീവിതത്തിലെ ഒരു വിഷമം പിടിച്ച ഘട്ടത്തിലൂടെയാണ് ഞാൻ കടന്നുപോയത്. ഉള്ളിലുള്ള കാര്യങ്ങൾ പങ്കുവെക്കാൻ ഒരാളില്ല എനിക്ക്. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരാളെ കിട്ടിയതുപോലെ ഒരു തോന്നൽ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് മാനസിയെ നോക്കി പറയുമ്പോൾ മാനസ ഇതൊക്കെ കേട്ട് നാണത്തോടെ ചിരിക്കുന്നുണ്ട്. മാനസയും തിരിച്ചു പറയാണ്,
ഇത്രയും ആത്മാർത്ഥമായിട്ട് എന്നോട് ഒരാള് ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഏതായാലും സാറിന്റെ അച്ഛനെയും അമ്മയും ചെന്ന് കാണും, സമാധാനമായിട്ട് കാര്യങ്ങൾ സംസാരിക്കേ. എന്തായാലും സാറിനെ ഒന്ന് കാണണമെന്ന് തോന്നി, കണ്ടു. ഞാനെന്ന് ഇറങ്ങട്ടെ എന്ന് ചോദിക്കുമ്പോൾ ബലരാമന് മാനസയെ വിടാൻ മനസ്സ് തോന്നുന്നില്ല. എന്റെ അനിയത്തിയും കൂടെ വന്നിട്ട് പോയാൽ പോരെയും ചോദിക്കുന്നുണ്ട്. ഒന്ന് പരിചയപ്പെട്ടിട്ട് പോകാം, പക്ഷെ അതൊക്കെ പിന്നീട് ഒരിക്കലാവാന്നാണ് മാനസ പറയുന്നത്. തുടർന്ന് ബലരാമൻ മാനസയുടെ പേര് ചോദിക്കുന്നുണ്ട്. വിരോധമില്ലെങ്കിൽ നമ്പറും കൂടെ തരാൻ ആവശ്യപ്പെടുമ്പോൾ മാനസ പറയുന്നത് ഇങ്ങനെയാണ്: സാറിന്റെ നമ്പർ ഞാൻ കണ്ടുപിടിച്ചത്, സാറിനെ അങ്ങോട്ട് വിളിച്ചോളാം, പിന്നെ എന്റെ പേര് അതും ഞാൻ പിന്നെ പറയാം. അങ്ങനെ മാനസ പറയുന്നത് കേട്ട് വേണ്ട, തന്റെ പേര് ഞാൻ കണ്ടുപിടിച്ചോളാം ഏൽക്കുകയാണ് ബലരാമൻ. പക്ഷെ എന്നെ വിളിക്കണം, വിളിക്കാതിരിക്കരുതെന്ന് പറയുമ്പോൾ ഞാൻ വിളിക്കുമെന്ന് തന്നെ പറയുന്നുണ്ട് മാനസയും. മാനസ പിന്നീട് ബലരാമനോട് ബൈ പറഞ്ഞു പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് അരികയിൽ വെച്ച് ശ്രീദേവി എന്തോ ഒരു കാര്യത്തിന് ഇങ്ങനെ വെപ്രാളപ്പെട്ട് നടക്കുമ്പോൾ കൺമണി വന്ന് മുന്നിൽ ചെന്ന് നിൽക്കുകയാണ്. പോകാൻ അനുവദിക്കാതെ കൺമണി മുന്നിൽ വന്ന് നിന്നിട്ട് സുഖമാണോ, എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രീദേവി ടെൻഷനോടെ നിൽക്കുകയാണ്. കൺമണിയാണെങ്കിൽ അത് ശ്രദ്ധിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട് എന്താ മുഖത്തൊരു ടെൻഷൻ പോലെ. ഒന്നുമില്ലെന്നൊക്കെ പറഞ്ഞ് ശ്രീദേവി ഉരുണ്ട് കളിക്കുമ്പോഴും കൊറിയർ സർവീസ് ഒക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടല്ലോ അല്ലേ? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് കൈമാറുന്ന രീതി അത് തുടരുന്നുണ്ടോ എന്നാ. ഇതൊക്കെ കേട്ട് ശ്രീദേവി ആകെ വല്ലാതായി പോകുന്നു. കൺമണി പിന്നെ നല്ല ദേഷ്യത്തിൽ തന്നെ ഒരുപാട് കള്ളങ്ങൾ ചെയ്ത് നീയും നിന്റെ കൂട്ടുകാരിയും അന്തസ്സായി പുറത്തു നടന്നിട്ട് ഒരു കുറ്റവും ചെയ്യാത്ത എന്നെ നീ ജയിലിലാക്കിയല്ലേ? നിന്നെ പലതും അറിയിച്ചു തരാനാ ഞാനിവിടെ വന്നിട്ടുള്ളത്. ഒരു തവണ ജയിൽ കയറി എനിക്ക് അതിന്റെ അറപ്പ് മാറി. അവിടുത്തെ രീതികളൊക്കെ നീയും ഒന്ന് പഠിക്കേ, നിന്നെ ഞാൻ അങ്ങോട്ടൊക്കെ അയക്കാം. ശ്രീദേവിയാണെങ്കിൽ കൺമണിയുടെ മുമ്പില് കൺമണി എനിക്കൊന്നും അറിയില്ല പ്ലീസ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എനക്ക് ഞാൻ അറിയിച്ചു തരാം. എന്നെ ജയിലിലാക്കിയ ആ വീഡിയോ ഉണ്ടല്ലോ, വരുൺ റോസാപ്പൂ നീട്ടുന്ന ആ വീഡിയോ, അത് നീയല്ലേ മാനസയ്ക്ക് അയച്ചു കൊടുത്തത്? അല്ലെന്നെല്ലാം പറഞ്ഞ് ശ്രീദേവി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിലും കൺമണി വിടുന്നില്ല. മര്യാദയ്ക്ക് പറ, നീയല്ലേ മാനസയ്ക്ക് ആ വീഡിയോ അയച്ചത്? അല്ലെന്ന് വീണ്ടും ശ്രീദേവി പറയുന്ന കേട്ട് കൺമണി പിന്നെ ഒന്നും നോക്കിയില്ല, ചെകിടത്ത് നോക്കിയ ഒരൊറ്റ പൊട്ടിക്കലാണ്. അപ്പോഴേക്കും ശ്രീദേവി ആണെങ്കിൽ പേടിച്ചു പോയിട്ട് അയ്യോ തല്ലരുത്, ഞാൻ തന്നെ അയച്ചു കൊടുത്തത് എന്ന് സമ്മതിക്കുകയാണ്. അവസാനം കൃഷി നടക്കുന്നതൊക്കെ കേട്ടുകൊണ്ടാണ് വരുന്നത്. കൺമണിയോട് ഇനി അടിക്കണ്ട, കാരണം പ്രതി കുറ്റം സമ്മതിച്ചല്ലോ, ഇനി ശിക്ഷ മാത്രം വിധിച്ചാൽ മതി എന്ന് പറഞ്ഞ് ശ്രീദേവിക്ക് നേരെ വരുമ്പോ അയ്യോ സാറെന്ന് ശ്രീദേവി പേടിയോടെ പറയുമ്പോഴും നീ ഇനി മിണ്ടിപ്പോരുത്, കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട, 2 ഓപ്ഷൻ തരും. ഒന്നുകിൽ നിനക്ക് രാജിവെച്ച് പോകാം, അല്ലെങ്കിലേ കമ്പനിയിൽ നിന്ന് നിന്നെ പിരിച്ചുവിടും. രാജിവെച്ച് പോകുന്നതായിരിക്കും നിന്റെ മാനം സംരക്ഷിക്കാൻ നല്ലത്. ശ്രീദേവിക്ക് ആകെ പേടിയാവുകയാണ്. കൺമണിയോട് കരഞ്ഞുകൊണ്ട് പറയാണ്, കൺമണി പ്ലീസ് എന്നെ ജോലിയിൽ നിന്നും പറഞ്ഞു വിടരുത്. സാമ്പത്തികമായിട്ട് തകർന്ന അവസ്ഥയിലാണ് ഞാൻ. ഇവിടുത്തെ ശമ്പളം കൊണ്ടാ ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുന്നത്. എന്നാൽ അതിന്റെ ആ നന്ദി നിനക്ക് ഇല്ലാതായി പോയല്ലോ എന്നും അന്നം തന്ന കൈക്ക് എന്നെ നീ കൊത്തിയല്ലോ, നിനക്ക് മാപ്പില്ലെന്നും എന്നെ കൃഷി തുറന്നടിച്ച് പറയുകയാണ്. ശ്രീദേവി പിന്നെ വേറെ മാർഗമില്ലാതെ കൺമണിയുടെ കാല് വരെ പിടിച്ചു നോക്കുന്നുണ്ട്. ശ്രീദേവിയുടെ കണ്ണീര് കാണുമ്പോൾ കൺമണിക്ക് മനസ്സിലിവ് തോന്നുകയാണ്. എന്നാൽ കൃഷിനറിയാം ഇതൊക്കെ ശ്രീദേവിയുടെ നാടകമാണെന്ന്. നിന്റെ നാടകമൊന്നും ഇവിടെ ഇറക്കേണ്ടത് പറയുമ്പോൾ സാർ ചെയ്തു പോയ തെറ്റിന് എനിക്ക് മാപ്പ് തരണം, ഞാൻ കമ്പനിക്ക് വേണ്ടി എന്തും ചെയ്യാം എന്ന് ശ്രീദേവി പറയുന്നത് കേട്ടിട്ട് കമ്പനിക്ക് വേണ്ടിയല്ല, നീ ഇനി ഞങ്ങൾക്ക് വേണ്ടി ചിലതൊക്കെ ചെയ്യണം, പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് കൃഷി ശ്രീദേവിയോട്. ചെയ്യാമെന്ന് സമ്മതിക്കുന്നുണ്ട് ശ്രീദേവി. അപ്പൊ കൃഷി പറഞ്ഞു കൊടുക്കും, ഞങ്ങളുടെ ന്യൂസുകളൊക്കെ നീ മാനസയ്ക്ക് ചോർത്തി കൊടുത്തതുപോലെ മാനസയുടെ എല്ലാ നീക്കങ്ങളും തെളിവ് സഹിതം ഞങ്ങളെ അപ്പപ്പ അറിയിക്കണം. എന്നാൽ ഇതിനിടയിൽ കൺമണി പറയും കൃഷ്ണനോട്, അതൊന്നും വേണ്ട സാർ, അതൊക്കെ വില കുറഞ്ഞ രീതിയായി പോവും, അത് ചീപ്പാണെന്ന്. എന്നാൽ കൃഷി പറയുന്നത് ചീപ്പായ മാനസയോട് അതിലും ചീപ്പായി തന്നെ നമ്മളും പെരുമാറണം. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, ഞാൻ നിങ്ങൾ പറയുന്ന പോലെയൊക്കെ ചെയ്തു തരാമെന്ന് ശ്രീദേവി വീണ്ടും പറഞ്ഞപ്പോ കൃഷി ഓർമ്മിപ്പിക്കുന്നുണ്ട് ശ്രീദേവിയെ, മാനസയെ ഇതെല്ലാം അറിയിച്ചിട്ട് വീണ്ടും നാടകം കളിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ തീർത്ത് കളയും നിന്നെ ഞാനെന്ന്. സർ ആത്മാർത്ഥതയോടെ ഞാൻ പറയുക, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കും. എന്തായാലും ശ്രീദേവിയുടെ വാക്കുകൾ തൽക്കാലത്തൊക്കെയാണെങ്കിലും വിശ്വസിക്കുന്നുണ്ട് കൃഷും. അതിനുശേഷം കാണിക്കുന്ന വരുൺ മാനസയെ ചെന്ന് കാണുമ്പോൾ മാനസ വരുണിനോട് തീർത്തും പറയുന്നുണ്ട്, ഇല്ല എല്ലാം നിർത്തി, ഇനി വരുണിനെ സഹായിക്കാൻ ഞാൻ ഉണ്ടാവില്ല. ഒന്നാമത് വരുണിന്റെ രീതികൾ ശരിയല്ല, ഒന്നും ബുദ്ധിപൂർവ്വം ചെയ്യാൻ അറിയില്ല. ആ വീഡിയോ ഈ രീതിയിൽ കുളവാക്കിയത് വരുണിന്റെ പിടിപ്പുകേട. മാനസ ഇങ്ങനെയെല്ലാം പറഞ്ഞ് വരുണിനെ കുറ്റപ്പെടുത്തുമ്പോൾ വരുണും തിരിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. മാനസ ഇങ്ങനെ എന്നെ കുറ്റപ്പെടുത്തരുത്, കൺമണിക്കെതിരെ മാനസയും കുറെ കാര്യങ്ങളൊക്കെ നടത്തിയായിരുന്നല്ലോ, എന്നിട്ട് എന്തായി? മാനസ ഒന്നിനും ജയിച്ചില്ലല്ലോ. എനിക്ക് കൺമണിയെ കെട്ടണം, അതുപോലെ മാനസയ്ക്ക് കൃഷ്ണനെയും വേണം, അപ്പൊ നമ്മൾ ഒരുമിച്ച് നിന്നേ പറ്റൂ എന്ന് അപ്പം മാനസ പറയുകയാണ്. എനിക്കിനി കൃഷ്ണനെ വേണ്ട. വരുൺ അത് കേൾക്കുന്നത് ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ മാനസ തെളിച്ച് തന്നെ പറയും, എനിക്ക് കൃഷ്ണനെ വേണ്ടാന്ന്, ഇനി എനിക്ക് എന്റെ വ്യക്തിത്വം കളയാൻ വയ്യ. പുറകെ നടന്ന് കാല് പിടിച്ച് നേടുന്ന ഒരു ഭർത്താവിനെ എനിക്കിനി വേണ്ട. അതുകൊണ്ട് കൃഷ്ണനോട് ഞാൻ ഗുഡ് ബൈ പറഞ്ഞു കഴിഞ്ഞു. സത്യമാണോ എന്ന് ചോദിക്കുന്ന വരുണിനോട് സത്യം എന്ന് തന്നെ പറയും. പക്ഷെ വരുൺ പറയും, മാനസ കൃഷ്ണനെ വിട്ടാലും ഞാൻ കൺമണിയെ വിടുന്ന പ്രശ്നമില്ല, മാനസ അതിനെ എന്നെ സഹായിച്ചേ പറ്റൂ. അപ്പൊ മാനസ വരുണിനോടായിട്ട് വരുണിന് ഗുണമുണ്ടാകുന്ന ഒരു കാര്യം ഞാൻ ഇന്ന് ചെയ്യാൻ പോവുക. കൃഷിന്റെ വീട്ടില് ഒരു ഭൂമി കുലുക്കം ഉണ്ടാവും, ഞാൻ അവിടെ പുറത്തു വിടും, അതിന്റെ ഷോക്കിൽ ആ വീട് കുലുങ്ങും എന്നിങ്ങനെ.